ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LDC സിലബസിലെ സുപ്രധാന നിയമങ്ങൾ എന്നുള്ള ഭാഗത്തിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം, അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് എന്ന ഭാഗമാണ് വരുന്നത്. സുപ്രധാന നിയമങ്ങളിലെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സാണ് നോക്കുന്നത്. വീഡിയോ പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യണേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ പോയിന്റ്, ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേകം നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാവുകയും ചെയ്തതിന് കാരണമായ നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേകം നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാവുകയും ചെയ്തതിന് കാരണമായ നിയമം എന്നറിയപ്പെടുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 ലോക ഉപഭോക്തൃ ദിനം വരുന്നത് മാർച്ച് 15-ാം തീയതിയാണ്. ലോക ഉപഭോക്തൃ ദിനം എന്ന് ആചരിക്കുന്നത് മാർച്ച് 15-ാം തീയതി. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 4. ദേശീയ ഉപഭോക്തൃ ദിനമായി വരുന്ന ഡിസംബർ 4. ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15-ാം തീയതിയാണ്. അടുത്തത്, ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ അംഗീകരിച്ച വർഷം 1985-ലാണ്. ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ച വർഷമാണ് 1985. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 1986-ലാണ്. അടുത്തത്, ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ 24. ഓക്കെ, ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ 24-ലാണ്. ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ച വർഷമാണ് 1985. അടുത്തത്, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട കോടതികളാണ് ഉപഭോക്തൃ കോടതികൾ. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട കോടതികൾ അറിയപ്പെടുന്നത് ഉപഭോക്തൃ കോടതികൾ എന്നാണ്. അടുത്തത്, ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികളെന്ന് അറിയപ്പെടുന്നത്. ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികളെന്ന് അറിയപ്പെടുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഫലമായി രൂപം കണ്ട കോടതികളാണ് ഉപഭോക്തൃ കോടതികൾ. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന ചുമതല എന്ന് പറയുന്നത് ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കുക എന്നുള്ളതാണ് ഉപഭോക്തൃ കോടതികളുടെ ലക്ഷ്യം. അടുത്തത്, ഉപഭോക്തൃ കോടതികൾ 3 വിധമാണുള്ളത്. ഉപഭോക്തൃ കോടതികൾ 3 വിധമാണ്. ജില്ലാ ഉപഭോക്തൃ കോടതി, അതുപോലെ തന്നെ സംസ്ഥാന ഉപഭോക്തൃ കോടതി, ദേശീയ ഉപഭോക്തൃ കോടതികൾ. അതായത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം, അതുപോലെ തന്നെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. 3 ഉപഭോക്തൃ കോടതികളാണുള്ളത്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നിവയാണ്. ഇനി ഇത് ഓരോന്നും എന്തിനൊക്കെയാണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി വരുന്നത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറമാണ്. ജില്ലാതലത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം എന്നറിയപ്പെടുന്നത് ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡൻറ്റും 2 അംഗങ്ങളും അടങ്ങുന്നതാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം. 1 അംഗമെങ്കിലും വനിതയായിരിക്കണം. 1 കോടി രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിൻ്റെ പരാതി സ്വീകരിച്ച് തെളിവെടുപ്പ് നടത്തി തീർപ്പ് കൽപ്പിക്കുന്നതാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൻ്റെ ലക്ഷ്യം. അതായത് 1 കോടി രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിലാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ഇടപെടുന്നത്. അതിന് മുകളിൽ വരികയാണെങ്കിൽ ബാക്കിയുള്ളതിലായിരിക്കും. ജില്ലാതലത്തിലാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ പ്രസിഡൻറ്റും 2 അംഗങ്ങളും അടങ്ങുന്നതാണ് അതിലെ മെമ്പർമാരെന്ന് പറയുന്നത്. അതിലൊരു വനിത ഉണ്ടായിരിക്കണം. 1 കോടി രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിലാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം തീർപ്പ് കൽപ്പിക്കുന്നത്. അടുത്തത്, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഇത് ഓർത്ത് വയ്ക്കുക. ജില്ലാതലത്തിലാവുമ്പോൾ ജില്ലാതല ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറമാണ്. സംസ്ഥാനത്തിലും അതുപോലെ തന്നെ ദേശീയത്തിലും ആകുമ്പോൾ
സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നാണ് ഓർത്ത് വയ്ക്കുക. ഇതിൽ വരുന്നത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ വരുന്നത് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു. ഇത് പ്രവർത്തിക്കുന്ന അവിടെയാണ് സംസ്ഥാന തലത്തിലാണ്. പ്രസിഡൻറ്റും 2 അംഗങ്ങളുമാണ് ഇതിലെ അംഗങ്ങൾ വരുന്നത്. ആരൊക്കെയാണ്? പ്രസിഡൻറ്റും 2 അംഗങ്ങളും. ജില്ലാ തലത്തിൽ പോലെ തന്നെ സംസ്ഥാന തലത്തിൽ 3 പേരാണ് വരുന്നത്. പ്രസിഡൻറ്റും 2 അംഗങ്ങളുമാണ്. ഒരംഗമെങ്കിലും വനിതയായിരിക്കണം. അത് ജില്ലാ തലത്തിൽ അത് തന്നെയാണ്, സംസ്ഥാന തലത്തിൽ ഒരേപോലെ തന്നെയാണ്. ഒരംഗമെങ്കിലും വനിതയായിരിക്കണം. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കൂടുതൽ അംഗങ്ങളെ, ഇപ്പോൾ 2 അംഗം എന്ന് പറയുന്നത് പ്രസിഡൻറ്റും മറ്റ് 2 അംഗങ്ങളുമാണെന്ന് പറഞ്ഞു. അതിലൊരംഗം വനിതയാണെന്ന് പറഞ്ഞു. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുള്ളതാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഇനി 1 കോടി രൂപയ്ക്ക് മുകളിൽ അതുപോലെ 10 കോടി രൂപ വരെയുള്ള തർക്കങ്ങളിലാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിലാണെങ്കിൽ 1 കോടി രൂപ വരെയുള്ള അതിലാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലാണെങ്കിൽ 1 കോടി രൂപ മുതൽ 10 കോടി രൂപ വരെയുള്ള തർക്കങ്ങളിലാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. അടുത്തതായി വരുന്നത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. ഇതിൽ ദേശീയ തലത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പ്രസിഡൻറ്റും 4ൽ കുറയാത്ത അംഗങ്ങളും അടങ്ങുന്നു. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പ്രസിഡൻറ്റും 4ൽ കുറയാത്ത അംഗങ്ങളുമാണ് വരുന്നത്. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. അത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലും അങ്ങനെ തന്നെയാണ് അല്ലേ. ഒരു പ്രസിഡൻറ്റും 2 അംഗങ്ങളുമാണ്. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം സംസ്ഥാന തലത്തിന് ഉണ്ട്. അതുപോലെ തന്നെ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലാണെങ്കിൽ പ്രസിഡൻറ്റും 4ൽ കുറയാത്ത അംഗങ്ങളുമാണ് വരുന്നത്. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ഇനി അതിൻ്റെ തുക വരുന്നത് 10 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങളിലാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ 10 കോടി രൂപയ്ക്ക് മുകളിൽ വരുന്ന നഷ്ടപരിഹാരങ്ങൾക്കാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. സംസ്ഥാനമാണെങ്കിൽ 1 കോടി രൂപ മുതൽ 10 കോടി വരെയുള്ള തർക്കങ്ങളിലാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. ജില്ലാ തലത്തിലാണെങ്കിൽ 1 കോടി രൂപ വരെയുള്ള തർക്കങ്ങളിലാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. അടുത്ത പോയിന്റ് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ രൂപം കൊണ്ടിട്ടുള്ളവയാണ് ത്രിതല ഉപദേശക സമിതികൾ. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ രൂപം കൊണ്ടിട്ടുള്ളവയെ അറിയപ്പെടുന്നത് ത്രിതല ഉപദേശ സമിതികൾ എന്നാണ്. ത്രിതല ഉപദേശക സമിതികളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. കോടതികളാണെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ദേശീയ തർക്ക പരിഹാര കമ്മീഷൻ. സമിതികളാണെങ്കിൽ ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ എന്നിവയാണ്. അടുത്തത് ത്രിതല ഉപദേശക സമിതിയുടെ ധർമ്മം എന്നറിയപ്പെടുന്നത് അതത് സർക്കാരുകൾക്ക് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശം നൽകുക എന്നത്. ത്രിതല ഉപദേശക സമിതിയുടെ ധർമ്മം അതത് സർക്കാരുകൾക്ക് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശം നൽകുക എന്നതാണ്. അടുത്തത് ഉപഭോക്തൃ തർക്കത്തിൽ പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ അല്ലെങ്കിൽ പോരായ്മകൾ സംഭവിക്കുക. അടുത്തത് മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കുക. ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിൽക്കുക എന്നത്. അടുത്തത് വിവിധ സർക്കാർ ഇതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച സേവനത്തിൽ പോരായ്മകൾ ഉണ്ടാവുക. നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ നിർണയിക്കപ്പെട്ടിട്ടുള്ളതോ ആയ വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുക എന്നിവ. വിവിധ സർക്കാർ ഇതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച സേവനത്തിൽ പോരായ്മകൾ ഉണ്ടാവുക, നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ നിർണയിക്കപ്പെട്ടിട്ടുള്ളതോ ആയ വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുക എന്നിവ. വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക. ന്യായരഹിതവും ഉപഭോക്താവിൻ്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാവുക. വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക എന്നതും അതുപോലെ തന്നെ ന്യായരഹിതവും ഉപഭോക്താവിൻ്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാവുക എന്നതും ഈ പറഞ്ഞ സാഹചര്യങ്ങളിലെല്ലാം ഉപഭോക്തൃ സംരക്ഷണത്തിന് പരാതി നൽകാവുന്നതാണ്. അടുത്ത പോയിന്റ് സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന നിയമമാണ് സാധനം വിൽപ്പന നിയമം 1930. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന നിയമം ഏതാണ്?
സാധനം വിൽപ്പന നിയമം 1930. സാധനം വിൽപ്പന നിയമം 1930 പരിധിയിൽപ്പെടുന്നവയാണ് ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനം, അതായത് സർവീസുകൾ. ഓക്കെ, സാധനം വിൽപ്പന നിയമം 1930 പരിധിയിൽ വരുന്നവയാണ് ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനമായ സർവീസ് എന്നിവ. ഇവ ലംഘിക്കുന്നത് മൂലവും നമ്മൾക്ക് പരാതി നൽകാവുന്നതാണ്. അടുത്തത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്ന നിയമമാണ് കാർഷികോൽപ്പന്ന ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് നിയമം 1937. കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്ന നിയമം കാർഷികോൽപ്പന്ന ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് നിയമം 1937 ആണ്. അടുത്തത് കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമമാണ് അവശ്യ സാധന നിയമം 1955. കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം അറിയപ്പെടുന്നത് അവശ്യ സാധന നിയമം 1955 എന്നാണ്. അടുത്തത് അളവിലും തൂക്കത്തിലും ഉള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിനുള്ള നിയമമാണ് അളവ് തൂക്ക നിലവാര നിയമം 1976. അളവിലും തൂക്കത്തിലുമുള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിനുള്ള നിയമം അളവ് തൂക്ക നിലവാര നിയമം 1976 ആണ്. അടുത്തതായി വരുന്നത് ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളുമാണ്. ഒന്നാമത് ലീഗൽ മെട്രോളജി വകുപ്പ്, അതായത് അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നതിനാണ് ലീഗൽ മെട്രോളജി വകുപ്പ് പ്രവർത്തിക്കുന്നത്. രണ്ടാമത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന വകുപ്പാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ലീഗൽ മെട്രോളജി വകുപ്പ് അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നു. അടുത്തത് കേന്ദ്ര ഔഷധവില നിയന്ത്രണ കമ്മിറ്റി, മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നു. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് മരുന്നുകളുടെ സുരക്ഷിതത്വം, ഗുണമേന്മ എന്നിവ ഉറപ്പുവരുത്തുന്നു. കേന്ദ്ര ഔഷധവില നിയന്ത്രണ കമ്മിറ്റി മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് മരുന്നുകളുടെ സുരക്ഷിതത്വം, ഗുണമേന്മ എന്നിവ ഉറപ്പുവരുത്തുന്നു. അടുത്തത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നത്. അടുത്തതായി വരുന്നത് സാധനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും നിലവാരം വിലയിരുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ചിഹ്നങ്ങളും ഉപയോഗവുമാണ്. ആദ്യത്തേത് സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി സൂചിപ്പിക്കുന്നതിന് BIS ഹോൾമാർക്ക് മുദ്ര, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഗോൾഡിൽ BIS, അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന മുദ്രയാണ് BIS മുദ്ര. അടുത്തത് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് നൽകുന്ന മുദ്രയായ ISI മുദ്ര എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് നൽകുന്ന മുദ്രയാണ്. രണ്ട് മുദ്രകളാണ് ഇപ്പോൾ പറഞ്ഞത്. സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി സൂചിപ്പിക്കുന്നതിന് BIS മുദ്ര, ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് നൽകുന്ന മുദ്രയാണ് ISI മുദ്ര. അടുത്തത് ഇന്ത്യ അടക്കം 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെ സേവനങ്ങളുടെ ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നത് ISO മുദ്രയാണ്. അതായത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ള മുദ്രയാണ് ഇന്ത്യ അടക്കം 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നത്. അടുത്തത് ഇലക്ട്രോണിക് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നത് CE മുദ്രയാണ്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന മുദ്ര ഏതാണ്? CE മുദ്രയാണ്. ചില ഉപകരണങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും CE എന്നുള്ളത്. അത് ഇലക്ട്രോണിക്കും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അടുത്തത് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കുന്നത് അക്മാർക്ക് മുദ്രയാണ്. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കുന്ന മുദ്ര അക്മാർക്ക് മുദ്രയാണ്. അടുത്തത് പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വം നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നത് FPO എന്ന മുദ്രയാണ്. അതായത് ഫുഡ് പ്രൊഡക്ട്സ് ഓർഡർ എന്നാണ്. പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നത് FPO ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട്
കമ്മിറ്റികൾ, സമിതികൾ അത് രൂപീകരിച്ചതും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കുന്ന മുദ്രകളുമാണ് നമ്മളിന്ന് പഠിച്ചത്. ഇനിയുള്ളത് കൺസ്യൂമർ പ്രൊഡക്ഷൻ ആക്ട് 2019 അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ ഉപഭോക്തൃ അവകാശ നിയമം 2019. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ബാക്കി പാർട്ടുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.